വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഈ ഗർഭിണിയായ സ്ത്രീക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ പിന്നെ വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ടെൻഷനിലാണ് കമലിനും. ഈ സമയത്തിനോട് അകത്ത് വെച്ചാണ് അവരാണെങ്കിൽ ചന്ദ്രബോസ് ഏൽപ്പിച്ച ഗുണ്ടകളാണെങ്കിൽ ആ ലോറിയുടെ പുറകു വശത്ത് കൂടി കന്യാസിലെ സ്പിരിറ്റ് ഈ വിഷ്ണുവിൻ്റെ ലോറിക്കകത്തേക്ക് വെക്കുന്നത്. പക്ഷേ വിഷ്ണു മുഴുവൻ ഈ ശ്രദ്ധ മുഴുവൻ ഈ സ്ത്രീയിലായിരുന്നതിനാൽ അതൊന്നും വിഷ്ണു ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിനുശേഷമാണെങ്കിൽ കമലം പറയുന്നുണ്ട്, എന്തെങ്കിലും ചില്ലറ കൊടുത്തേക്ക് ആശാനെ, എന്തെങ്കിലും വാങ്ങി കഴിച്ചോട്ടെ എന്ന്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് ഈ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് അത് വാങ്ങിച്ച ശേഷം സാറുമാരെ ഈശ്വരൻ രക്ഷിക്കും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഈ സ്ത്രീയെ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. അതത്രേ കാണിക്കുന്നുള്ളൂ. അന്നേരമാണെങ്കിൽ അതിന് ഈ സംഭവമാണ് ശാലിനിയോട് ഈ ഉഷ എന്ന സ്ത്രീ പറയുന്നത്. അന്നേരമാണെങ്കിൽ ഇത് നിന്നെ ഏൽപ്പിച്ചത് ആരാണ്, ഇതിന് പിന്നിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരെ കൂടി ഞാൻ പിടിച്ച് അകത്തിടും എന്ന് ശാലിനി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അന്നേരം ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇത് ഞങ്ങളെ ഏൽപ്പിച്ചത് പിന്നെ രംഗനാണ് എന്ന് പറയുന്നുണ്ട്. ഗർഭിണിയായിട്ട് രംഗം പറഞ്ഞിട്ടാണ് ഞാൻ അഭിനയിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2000 രൂപയും തന്നു എന്ന് പറയുകയാണ്. അന്നേരം ഈ രംഗൻ കാര്യങ്ങൾ പറയുമ്പോൾ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പറയുന്നുണ്ട് നല്ലൊരു പൊക്കമുള്ള ഒരു പോലീസുകാരുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, അത് പോലീസുകാരനാണെന്ന് എങ്ങനെ മനസ്സിലായി? അന്നേരം രംഗൻ സാറേ എന്ന് വിളിക്കണമെങ്കിൽ, സാറേ എന്നാണ് വിളിച്ചത്, അപ്പോൾ സാറേ എന്ന് വിളിക്കണമെങ്കിൽ അത് പോലീസുകാരെ മാത്രമേ വിളിക്കത്തുള്ളൂ. പോലീസുകാർക്ക് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്ന ആളാണ് രംഗൻ എന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ഈ രംഗൻ ചേട്ടനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, അത് രംഗൻ ഒരു ദുഷ്ടനാണ്, സാറിനെ പോലുള്ള ആൾക്കാർക്കൊന്നും മുട്ടാൻ കൊള്ളില്ല എന്നിങ്ങനെ ഉഷ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. കേട്ടോടാ കമല, നമ്മളെ പോലുള്ളവർക്കൊന്നും മുട്ടാൻ കൊള്ളില്ല എന്നെങ്കിൽ പിന്നെ അതൊന്ന് മുട്ടി നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷ്ണു ആണെങ്കിൽ കമലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, പിന്നെ നിനക്ക് ഇവന് കിട്ടിയ അടിയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 60% രംഗന് അവകാശപ്പെട്ടതാണെന്ന്. അന്നേരം കമലിനും ആകെയും ഉത്സാഹത്തിലാണ്. അതൊരു 100% എനിക്കൊരു കുഴപ്പമില്ല ആശാനെ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് തുടർന്ന് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ശാലിനി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അന്നേരം കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ശാലിനി ആണെങ്കിൽ മൊബൈലിൽ സുസ്മിതയുടെ ഫോട്ടോ എടുത്തിട്ട് ഉഷയ്ക്ക് നേരെ കാണിക്കുന്നുണ്ട്. ഇവരാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇവർ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ പൊക്കമുള്ള പോലീസുകാരൻ എന്നിങ്ങനെ പെണ്ണ് സുസ്മിത തന്നെ, അപ്പോൾ പൊക്കമുള്ള പോലീസുകാരൻ എന്ന് പറഞ്ഞിട്ട് കമലിനെ ആലോചിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, നിനക്ക് ഇതുവരെയും മനസ്സിലായില്ലേ, അത് എവിടെയും വിളിച്ചു പറയാമല്ലോ, പിന്നെ ചന്ദ്രബോസ് എന്ന ഘടോത്ഘടൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, അപ്പോൾ ചെയ്തവരെയും ചെയ്യിച്ചവരെയും ഏകദേശം മനസ്സിലായി, ഇനി എന്താണ് അടുത്ത് വേണ്ടത്? അന്നേരം നമുക്കൊന്ന് കണ്ടു കളയാം, ആദ്യം ഈ രംഗൻ ചേട്ടനെ ഒന്ന് കാണാം എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ടത് തിരിച്ചു തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈക്ക് എങ്ങോട്ട് ഞെട്ടയൊക്കെ ഒടിക്കുകയാണ്. തുടർന്ന് ഉഷയോട് പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് പോകാം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അപ്പം നമ്മൾ പോകുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എങ്ങോട്ടത്തെയും ചോദിക്കുമ്പോൾ രംഗൻ ചേട്ടൻ്റെ തട്ടകത്തിലേക്ക് ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ എന്നിങ്ങനെ പറഞ്ഞ് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവും കമലിനും ആകെ ത്രില്ലിലാണ്. ഈ ഗുണ്ടകളെ കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നല്ലൊരു അടിക്ക് കോളുണ്ടെന്ന് അറിയുമ്പോൾ കമലിനും അങ്ങ് സന്തോഷത്തിലാണ്. തുടർന്ന് അവർ ഈ സ്ത്രീയും കുട്ടിയും കൂട്ടിക്കൊണ്ട് ഈ രംഗൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം രംഗനും കൂട്ടുകാരും കൂടി ഒരു സ്ഥലത്ത് ഒരു ഓപ്പൺ ഗ്രൗണ്ടിലിരുന്ന് ഇങ്ങനെ ചീട്ട കളിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ ഗുണ്ടാപ്പണിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനിയും എല്ലാവരും കൂടി കാറിൽ വരുന്നത്. അന്നേരം കാറിൽ നിന്ന് ഉഷയും സ്ത്രീയുമാണ് ആദ്യം ഇറങ്ങുന്നത്. അന്നേരം ഇവളെന്താ കാറിൽ വല്ല കോളും കൊണ്ടുള്ള വരവായിരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രംഗനങ്ങ് ചീട്ടുകൾ തുടരുന്നുണ്ട്. മറ്റ് രണ്ടുപേരും കൂടെ കൂടെയുണ്ട്. തുടർന്ന് ശാലിനിയും ഇറങ്ങുകയാണ്. എന്നിട്ട് വാ നടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയും കുട്ടിയും കൂട്ടിക്കൊണ്ട് രംഗൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിഷ്ണുവും കമലിനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, അതിനകത്ത് ഇരിക്കുന്നേ ഉള്ളൂ. അന്നേരമാണെങ്കിൽ രംഗണ്ണ ഇവരൊരു കാര്യവും പറഞ്ഞ് വന്നതാണ്, രംഗണ്ണനെ ഒന്ന് സഹായിക്കണമെന്ന് പറയുകയാണ്. അന്നേരം എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചിട്ട് രംഗൻ ചീട്ടെടുക്കുമ്പോൾ ഒരു ഗുലാനാണ് വരുന്നത്. അന്നേരം ഗുലാനാണല്ലോ, അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട് കൂടെ ഇരിക്കുന്നവർ. തുടർന്ന് പിന്നെ ഒരു വണ്ടിയിൽ കുറച്ച് സ്പിരിറ്റ് വെക്കണം എന്ന് പറയുമ്പോൾ ഈ രംഗൻ ഇങ്ങനെ നോക്കുകയാണ്, ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് എന്നെ ഇങ്ങോട്ടത്തേക്ക് പറഞ്ഞു വിട്ടത്, പറഞ്ഞാൽ അറിയും സുസ്മിത, രംഗനെ വന്ന് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞതെന്ന്. അന്നേരം കൂടെ ഇരുന്നവർ പറയുന്നുണ്ട്, വള്ളിയാണല്ലോ അണ്ണാന്ന്. അന്നേരം അപ്പോൾ പൊന്നുമോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ വന്നിരിക്കുന്നത്, വീട്ടിൽ പറഞ്ഞിട്ടൊന്നും അല്ലേ വന്നത്, ഞങ്ങളെ കൊണ്ടുപോകാൻ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കൊണ്ടുപോകേണ്ടി വന്നാൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നിങ്ങനെ ശാലിനി ഉറപ്പിച്ചു പറയുന്നുണ്ട്. അന്നേരം ഇത്തിരി പാടുപെടും എന്നിങ്ങനെ രംഗം പറയുമ്പോൾ വിഷ്ണുവും കമലിനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ കാറി ചാരി നിൽക്കുകയാണ്. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, അത് സാരമില്ല, നമ്മൾ തോളെ ചുവന്നും കൊണ്ടുപോയിക്കോളാം എന്നിങ്ങനെ പറയുമ്പോഴാണ് വിഷ്ണുവിനെ ഈ രംഗം കാണുന്നത്. തുടർന്ന് വിഷ്ണുവും കമലിനും കൂടി ഇവരടുത്തേക്ക് വരുന്നുണ്ട്.
തുടർന്ന് ഈ സ്ഥലം അത്ര മോശമാണ് എന്നിങ്ങനെ രംഗം പറയുമ്പോൾ അണ്ണൻ്റെയൊക്കെ ഒരു വിരുത് കൊണ്ട് പിന്നെ ഈ പാവം പയ്യനാണ് അടി വാങ്ങിച്ചത്, അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതിയെങ്കിലും അണ്ണൻ തിരിച്ചു വാങ്ങണം, അതിനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ അതിന് മക്കൾ ഇത്തിരി പാടുപെടും, എന്നാലും മക്കൾ ശ്രമിക്ക്, അണ്ണൻ വാങ്ങാം എന്നിങ്ങനെ രംഗനും പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ വിഷ്ണു കമലിനോട് പറയുകയാണ്, നിനക്കല്ലേ കിട്ടിയത്, നീ അങ്ങോട്ട് കൊടുക്ക്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കൊടുക്കൂ എന്ന് പറയുമ്പോൾ ആശാൻ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കുക ഒക്കൂ എന്ന് പറയുമ്പോൾ അടിക്കടാന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ കമലൻ ഈ രംഗന് നേരെ കൈ ഒങ്ങുന്നുണ്ട്. പക്ഷേ അത് തടുത്തുകൊണ്ട് രംഗനാണെങ്കിൽ കമലിനെ അങ്ങോട്ട് തൂക്കി എറിയുകയാണ്. വിഷ്ണുവിൻ്റെ മേപ്പോട്ടത്തേക്ക് തന്നെ കമലം വന്ന് വീഴുന്നുണ്ട്. അന്നേരം എന്തുവാടാ ഇത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അത് ആശാനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് കമലിനെ പിടിച്ചുകൊണ്ട് തന്നെ വിഷ്ണു ആണെങ്കിൽ രംഗൻ്റെ നെഞ്ചത്തേക്ക് ഒരു ആഞ്ഞ് ചവിട്ട് കിട്ടുന്നുണ്ട്. തുടർന്ന് രംഗൻ കമന്ന് വീഴുകയാണ്. തുടർന്ന് രംഗം പറയുന്നുണ്ട്, രംഗനെ തല്ലിയിട്ട് നീ ഇവിടെ നിന്ന് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്നേരം നിൻ്റെയൊക്കെ ബോസായ ACP ചന്ദ്രബോസ് ഉണ്ടല്ലോ, അവനെ തല്ലിയിട്ട് തേരാപ്പാര മുമ്പിലൂടെ നടന്നവനാണ് ഈ വിഷ്ണു, അതുകൊണ്ട് ഞാൻ ആരാണെന്ന് അവനറിയാം, ഇനി നിങ്ങളും അറിയാൻ പോവുകയാണ്, അതുകൊണ്ട് വിഷ്ണുവിനെ തൊടാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഒരു കൂട്ടാടി തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ ഇവർ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരുത്തനാണെങ്കിൽ 2-3 അടി കൊള്ളുമ്പോഴേ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അത് ശാലിനി ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് നല്ല ഉഗ്രം ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. രംഗനെയും മറ്റേ ഒരുത്തനെയും കൂടെ കമലനും വിഷ്ണുവും ചേർന്ന് അടിച്ച് അവശനാക്കുന്നുണ്ട്. തുടർന്ന് രണ്ടിനെയും കൂടി ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കൂട്ടിയിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കമല ഇവരെ കൊണ്ടുപോകാനായിട്ട് പെറുക്കി എടുത്തുകൊണ്ട് പോകാനായിട്ട് വല്ല പെട്ടി ഓട്ടോറിക്ഷയും വിളിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഈ നെഞ്ചത്തേക്ക് ആഞ്ഞൊരു ചവിട്ട് വിഷ്ണു ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, അല്ല നിൻ്റെയൊക്കെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ, എവിടെയൊന്ന് പറയടാ എന്നിങ്ങനെ പറഞ്ഞ് കൈ അങ്ങോട്ട് നന്നായിട്ട് പിടിച്ച് തിരിക്കുകയാണ്. അന്നേരം പറയാം എന്നിങ്ങനെ ഈ രംഗം പറയുന്നുണ്ട്. തുടർന്ന് ആ സീൻ അവിടെ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ട് ശാലിനിയും വിഷ്ണുവും യാത്ര തിരിക്കുന്നുണ്ട് അവിടെ നിന്നാണ്. ഇതേ സമയം അവിടെ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് കുറുപ്പ് സാറാണെങ്കിൽ ഒരു സാബു എന്ന് പറയുന്ന ഒരു ആളെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ ഒരു കറി മസാലയുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ MD ആണ്. അപ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറുപ്പ് സാർ ഇയാളെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. അന്നേരം അതിനെന്താണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കടയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം വലിയ MD ആണല്ലോ വന്നിരിക്കുന്നത്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, വലിയ സൗകര്യമൊന്നുമില്ല, കൊച്ചു കടയാണെന്ന് പറയുമ്പോൾ വൃത്തിയോടുകൂടിയും രുചികരമായും ഭക്ഷണം തന്നാൽ അത് എവിടെ ഇരുന്ന് കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് ഇയാൾ സംസാരിക്കുന്നുണ്ട്. അന്നേരം ചായ കൊണ്ട് കൊടുക്കുമ്പോൾ കുറുപ്പ് സാർ പറയുന്നുണ്ട്, ഈ ചായ കുടിച്ചതിന് ശേഷം മതി നമ്മൾ വന്ന കാര്യം ശാരദാമ്മയോട് പറയുന്നതെന്നുള്ളത്. അന്നേരം ഈ ചായ ഈ സാബു സാർ കുടിച്ചതിന് ശേഷം കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഇനി വന്ന കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഈ കറി മസാല കൂട്ടിൻ്റെ MD ആണെങ്കിൽ എന്തോ ഒരു പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ലാഞ്ചിങ് അനുബന്ധിച്ച് ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറുപ്പ് സാറിൻ്റെ പ്രതിനിധിയായിട്ട് ശാരദാമ്മ വന്നതിൽ പങ്കെടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അന്നേരം ശാരദാമ്മ അത് സ്നേഹത്തോടെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനൊരു മത്സരമായിട്ടൊന്നും പാചകത്തെ കണക്കാക്കുന്നില്ല, എൻ്റെ ഒരു ജീവിതമാർഗം എന്ന പോലെ, അതെങ്ങനെ ഒരു മനസ്സിൻ്റെ സന്തോഷം പോലെയാണ്, പക്ഷെ അത് മത്സരമായിട്ട് കണക്ക് കൂട്ടാനായിട്ട് ഞാനില്ല എന്ന് പറയുമ്പോൾ ഈ കുറുപ്പ് സാറ് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് വെറും ഒരു കോമ്പറ്റീഷൻ മാത്രമല്ല, പ്രൈസ് മണിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത്. പിന്നെ കുറുപ്പ് സാർ എനിക്ക് ഗുരുതുല്യനെ പോലെയാണ്, അപ്പോൾ ശാരദാമ്മ ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ശാരദാമ്മ നിരസിക്കുകയാണ് ഈ കാര്യം പറഞ്ഞിട്ട്. അന്നേരം എനിക്ക് വലിയ വലിയ ലോകത്തൊക്കെ ജീവിക്കാനായിട്ട് പേടിയാണ്, എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാകാം, എനിക്ക് ഈ ചെറിയ കടയിൽ നിന്നുള്ളതൊക്കെ കൊണ്ടുമതി, അല്ലാതെ വലിയ ആൾക്കാരെയൊക്കെ പേടിയാണ്, അതുകൊണ്ട് എന്നെ ദയവായിട്ട് ധിക്കരിക്കലോ ഒന്നുമല്ല, ഞാൻ ഇവിടെയൊക്കെ കൊണ്ട് അത് ഇങ്ങനെയൊക്കെ പൊയ്ക്കോളാം, വേറൊന്നും വിചാരിക്കരുത് എന്നിങ്ങനെ പറയുമ്പോഴും പിന്നെ കുറുപ്പ് സാറ് പറയുന്നുണ്ട്, ശാരദാമ്മ ഇത് നിരസിക്കരുത്, തേടി വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയുകയും ചെയ്തത്, ഇതിൽ പങ്കെടുത്ത് ശാരദാമ്മ കേരളത്തിനപ്പുറത്തും ഇന്ത്യക്ക് അപ്പുറത്തും ഒക്കെ ഇങ്ങനെ ഈ സാബു സാറിൻ്റെ പ്രതിനിധിയായിട്ട് ഓരോ മത്സരങ്ങളിലും ഒക്കെ പോകാം. അപ്പോൾ ഫുഡ് ഇതിൽ നല്ലൊരു സീറ്റ് ശാരദാമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പാചക രീതിയൊക്കെ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോഴാണ്, പക്ഷേ ഇത് ശാരദാമ്മയ്ക്ക് എന്തോ ഒരു പേടിയൊക്കെ പോലെ, ശാരദാമ്മയ്ക്ക് അതിനോട് യോജിക്കാനും കഴിയുന്നില്ല, അതൊന്നും വേണ്ട, എൻ്റെ ധിക്കാരമല്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, ഇനി വേറൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ് ശാരദാമ്മയെ ഒഴിയുകയാണ്. അന്നേരം സാബു സാറിന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇനി ശാരദാമ്മയെ നിരസിക്കേണ്ട, നിർബന്ധിക്കേണ്ട, കുറുപ്പ് സാറിൻ്റെ പ്രതിനിധിയായിട്ട് എപ്പോൾ വേണമെങ്കിലും വരാം, ഇതിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കുകയും ചെയ്യാം, വന്ന ഒരു ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കരുത്, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ, സന്തോഷമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറിന് ചെറിയൊരു നീരസം പോലെ തോന്നുന്നുണ്ട്. ശാരദാമ്മ പങ്കെടുക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുറുപ്പ് സാർ ഈ സാബു സാറിനെയും കൊണ്ട് വന്നത്. അതിനുശേഷം ഇവരങ്ങ് കാറിൽ കയറി പോകുമ്പോൾ ശാരദാമ്മ പിന്നീട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ഒരു മത്സരത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ അതിന്
സത്യഭാമയെ ചിലപ്പോൾ പങ്കെടുപ്പിക്കാനായിരിക്കും. ശാന്തയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ സത്യഭാമ പങ്കെടുത്ത് ജയിക്കുമ്പോൾ ശാരദാമ്മയുടെ ചെറിയൊരു സഹായം കൂടി അവിടെ നൽകുമായിരിക്കും. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ആ ഒരു സമ്മാനം എന്തായാലും സത്യഭാമയ്ക്ക് കിട്ടുമല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ആലോചന ശാരദാമ്മയ്ക്ക് അവിടെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു. അന്നേരം കുറുപ്പ് സാറിനെ വിളിക്കാനും പറയുന്നുണ്ട്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. ഇതേ സമയം ഉപേന്ദ്രനാണെങ്കിൽ ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുന്നുണ്ട്. സത്യഭാമയുടെ പഴയ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. സുസ്മിതയും അടുത്ത് തന്നെയുണ്ട്. അന്നേരം ഏത് മാളത്തിലാണെങ്കിലും എത്ര നാൾ അവനെ ഒളിച്ചിരിക്കാൻ പറ്റും? എവിടെയായാലും വെള്ളം കയറില്ലേ? അതുകൊണ്ട് അവന് പിന്നെ പുറത്ത് ചാടിക്കുക തന്നെ ചെയ്യും. പിന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആ ഒരു പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ തനിക്കറിയില്ലേ? തക്ഷകൻ എന്ന സർപ്പമാണെങ്കിൽ ഒരു പുഴുവിൻ്റെ രൂപത്തിൽ നൈസായിട്ട് പണി കൊടുത്തു പോയത് അറിയില്ലേ? അപ്പോൾ തക്ഷകൻ എന്ന് പറയുന്ന സർപ്പം ഞാനും പരീക്ഷിത് മഹാരാജാവ് വിഷ്ണുവുമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം തനിക്ക് ഓരോ അവസരമാണ് നഷ്ടമാകുന്നത്. താൻ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയിട്ടില്ലേ? അവനെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കാനുള്ള അവസരമാണിത്. അതൊക്കെ തനിക്ക് തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസിന് അങ്ങോട്ട് വാശി കയറുകയാണ്. അന്നേരം താൻ എനിക്ക് ഈ ഒരു രാത്രി കൂടി സമയം എന്താ? നാളെ അവനെ എന്തായാലും ഞാൻ പിടിച്ചിരിക്കും. ഇന്ന് എല്ലാ പോലീസുകാരെ ഇറക്കിയിട്ടാണെങ്കിലും ഉറക്കം കെടുത്തിയിട്ടാണെങ്കിലും അവനെ ഞാൻ പിടിച്ചിരിക്കും എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. അന്നേരം താൻ ഒരു പോലീസുകാരനാണ്, ACP ആണെന്ന് തെളിയിക്കടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉപേന്ദ്രൻ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. സുസ്മിത ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഒരു പോലീസുകാരനാണെങ്കിൽ ഫയൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ചന്ദ്രബോസിൻ്റെ അടുത്ത്. അന്നേരം ചന്ദ്രബോസ് പറയുകയാണ്, പിന്നെ ജീപ്പ് എടുത്ത് എൻ്റെ പുറകെ ഇറങ്ങ്, കുറച്ച് പോലീസുകാരെയും കൂട്ടി വിളിച്ചോ, ഇന്ന് എന്തായാലും അവനെ പൊക്കിയിരിക്കണം, നഗരത്തിൽ ചുറ്റും അവനെ കൊണ്ടൊരു പ്രദക്ഷിണം നടത്തിക്കണം, അവൻ നിവർന്ന് നിൽക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ ആ ക്യാബിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരമാണ് ചന്ദ്രബോസ് വിഷ്ണുവിനെ കാണുന്നത്. ഈ ചന്ദ്രബോസ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ വിഷ്ണു അവിടെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ല ചന്ദ്രബോസ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴും ചന്ദ്രബോസ് ആ ഒരു മുന്നത്തെ ദിവസം വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും തല്ല് നന്നായിട്ട് വാങ്ങിക്കൂട്ടിയല്ലോ. ആ ഓരോരോ സീനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ചന്ദ്രബോസ് വിഷ്ണുവിനെ നോക്കുന്നത്. എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ആകെ വന്ന് കൂളായിട്ട് ചിരിച്ച് കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി ചന്ദ്രബോസിൻ്റെ അടുത്ത് നിവർന്നങ്ങോട്ട് നിൽക്കുകയാണ്. ചന്ദ്രബോസ് ഇങ്ങനെ ആ കത്തി ജ്വലിച്ച് നിൽക്കുന്നു. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് ഇവരങ്ങോട്ട് വിഷ്ണുവിനെ പിടിച്ച് ലോക്കപ്പിലിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുമ്പോൾ ശാലിനി വരുന്നതും പിന്നീട് കമ്മീഷണർ ശ്രീരഞ്ജിനി വരുന്നതും ഒക്കെയാണ്. അപ്പോൾ അവിടെ വിഷ്ണു നിരപരാധിയല്ല എന്നുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ തെളിയുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ശ്യാമയെ രക്ഷിക്കാനൊക്കെ പോകുന്നത്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.